കോട്ടയത്തെ നാഗമ്പടം ശിവക്ഷേത്രമുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ വച്ച് 1928 ജനുവരി 16 ഭഗവാൻ അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടനം ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം 1932 തുടക്കമിട്ടത്. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യൻ മൂലൂർ പത്മനാഭ പണിക്കരുടെ മകൻ PK ദിവാകര പണിക്കരുടെ നേതൃത്വത്തിൽ ഇലവുംതിട്ട കേരളവർമ്മ സൗധത്തിൽ നിന്നാണ് തീർത്ഥാടനത്തിന് തുടക്കമിട്ടത്. 5 പേരിൽ തുടങ്ങിയ തീർത്ഥാടനം ഇന്ന് ബഹുലക്ഷം ജനതയുടെ മഹാസംഗമമാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ പ്രദാനം ചെയ്യുന്ന 8 വിഷയങ്ങളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് തീർത്ഥാടനത്തിന്റെ മഹത്തായ ലക്ഷ്യം. അതിനാൽ തന്നെ ഇത് ആഘോഷങ്ങളുടെയും ഭക്തിക്കച്ചവടത്തിന്റെയും തീർത്ഥാടനമല്ല, അറിവിന്റെ തീർത്ഥാടനമാണ്. ശിവഗിരിയുടെ മഹിമകൾ ഇങ്ങനെ എണ്ണിപ്പറയാൻ 1000 നാവുള്ള അനന്തന് പോലും പ്രയാസമാകുമെന്നാണ് അനുഭവം. പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ വലുതാണ് അടുത്തറിഞ്ഞനുഭവിക്കുന്ന അനുഭൂതി. ശിവഗിരി അറിഞ്ഞനുഭവിക്കേണ്ട അനുഭൂതിയുടെ സങ്കേതമാണ്. അറിവും അനുഭവവും ചേർന്ന് നിൽക്കുന്ന ആത്മശാന്തിയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ മൊഴിയുന്നത് പോലെ, അണുവറിവിൻ മഹിമാവിലംഗമില്ലാതണയും അഖണ്ഡവുമന്നു പൂർണ്ണമാകും. അനുഭവിയാതറിവീലഖണ്ഡമാം ചിത്ഘനമിതു മൗനഘനാമൃതാബ്ധി.